ഹായ് മുത്തുമണികളെ, എന്ത് കഥ? സുഖമല്ലേ? അപ്പോൾ വീഡിയോക്ക് മുന്നേ ഞാൻ വന്നത് കാര്യമായിട്ടൊരു കാര്യം പറയാനാണ് കേട്ടോ. വേറൊന്നുമില്ല, കുറേ കാലമായിട്ട് ഞാൻ ഒരു സ്റ്റോറിയും കൊണ്ട് ഇങ്ങനെ എഴുഞ്ഞെഴുഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അതിന് അവസാനം കുറിക്കാൻ പോവാണ്. താലിബന്ധനം എന്ന സ്റ്റോറീൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന്. അപ്പം താലിബന്ധനത്തിന് അത്യാവശ്യം എന്നല്ല, 5000-6000 വ്യൂസൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ നോക്കുന്നവരൊന്നും നമുക്കൊരു ലൈക്ക് തന്ന് സഹായിക്കുന്നില്ല. എന്ത് പറയാനാന്ന്, ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു വീഡിയോ തരുമ്പോൾ പാവം അതൊന്ന് സന്തോഷിച്ചോട്ട് വെച്ചിട്ട് ഒരു ലൈക്ക് എവിടെ. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. സാരല്ല, എന്ത് പറയാനാ. അപ്പം എന്തായാലും ഇത് ഇന്നത്തോടെ തീരാൻ പോവാന്ന്. ഈ പാർട്ടിലെങ്കിലും ഈ വീഡിയോക്കെങ്കിലും 1000 ലൈക്ക് നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റില്ലേ പ്ലീസ്? അപ്പോൾ വീഡിയോ നോക്കുന്നതിന് ഉപ്പിട്ട് തന്നെ എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നേക്കണേ. എൻ്റെ പൊന്നു കൊച്ചെ, നാളെ നേരം വെളുക്കുവോളം ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശം? ഇന്ദുവിനെ നോക്കി ചെരിഞ്ഞു കിടന്നുകൊണ്ടവൻ ചോദിച്ചു. നിശബ്ദമായ റൂമിൽ നിന്നും ദേവിൻ്റെ ശബ്ദമുയർന്നതും ഇന്ദു വെപ്രാളത്തോടെ അവനെ നോക്കി. അവൾ നോക്കുമ്പോൾ കാണുന്നത് തന്നെ നോക്കിക്കിടക്കുന്ന ദേവിനെയാണ്. എസിയുടെ തണുപ്പിലും നേർത്ത വിയർപ്പ് തുള്ളികൾ അവളുടെ മേൽചുണ്ടിൽ പൊടിഞ്ഞു. നേരിയ നെഞ്ചിടിപ്പോടെ ചെറിയ പരുങ്ങലോടെ അവൾ ദേവിനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണിൽ കാണുന്ന പ്രണയഭാവം, ചുണ്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന കള്ളച്ചിരിയൊക്കെ കാണുമ്പോൾ ഇന്ദുവിന് എന്തിനോ പരിഭ്രമിച്ചു പോകുന്നു. ഇങ്ങോട്ടെൻ്റെ അടുത്ത് വന്നിരിക്കേണ്ട ഇന്ദു, ദേവി ചിരിയോടെ പറഞ്ഞതും നാണമോ ചമ്മലോ അങ്ങനെ എന്തൊക്കെയോ വന്നുപോയി അവളുടെ മുഖത്ത്. ഇന്ദു അവനടുത്ത് വന്നിരുന്നതും ദേവ് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ആദ്യം ഇരുട്ട് പടർന്ന റൂമിൽ മെല്ലെ നിലാവിൻ്റെ നേർത്ത വെളിച്ചം പടർന്നു. ഇരുവരുടെയും മിഴികളിൽ അവരവരുടെ രൂപം അത്രമേൽ മനോഹരമായി തെളിഞ്ഞു കണ്ടു. ഇനിയും അരികിൽ കിടക്കാൻ മടിച്ചിരിക്കുന്നവളെ ദേവ് കൊതിയോടെ നോക്കി. അവളുടെ വിടർന്ന കണ്ണുകളും അഴകൊത്ത മൂക്കും നല്ല ഭംഗിയുള്ള അതരങ്ങളും നീണ്ടു മെലിഞ്ഞ കഴുത്തും പെണ്ണളവത്ത മാറും ദേവിൻ്റെ കണ്ണുകൾ ആഴത്തിൽ ചെന്നിറങ്ങി. ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ഇന്ത് കിടന്നില്ല. നെഞ്ചെടുപ്പോടെ ദേവിനെ നോക്കും. അവൻ തന്നെ നോക്കുന്നു എന്ന് കാണെ പിടച്ചിലോടെ നോട്ടം മാറ്റും. ഇന്ന് വരെ കാണാത്തൊരു പരിഭ്രമം. ആ പരിഭ്രമം അവനെ കൂടുതൽ പ്രണയാതുരമാക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവി ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടതും ഇന്ദു വെപ്രാളപ്പെട്ടു പോയി. എത്ര നേരം എന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നേ? അടങ്ങിക്കിടക്കുക വച്ച് അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്നവളെ ദേവവൻ്റെ കൈക്കുള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ദേവേട്ട, ഇരിക്കുന്നില്ല, ഞാൻ ഉറങ്ങിക്കോളാം. ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇന്ദു അവൻ്റെ കൈക്കുള്ളിൽ നിന്നു കുതറി മാറാൻ ശ്രമിച്ചു. അയ്യോടി, ഇന്നലെ നിന്നെ ഞാൻ ഉറങ്ങാൻ വിട്ടെന്ന് കരുതി ഇന്നങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല പൊന്നെ. നമുക്ക് എന്തോരം പണികളുണ്ട്. ഇന്ദുവിനെ അടക്കി പിടിച്ചുകൊണ്ടവൻ അവളുടെ കാതിൽ മുഖമമർത്തി. ദേവേട്ടാ. കാതോരം ഞെരിഞ്ഞമരുന്ന അവൻ്റെ അതരങ്ങളും താടിരോമങ്ങളും അവളെ ഇക്കിളിപ്പെടുത്തി. ആ പിടച്ചിലിനിടയിൽ ചിരിയോടെ അവൾ വിളിച്ചുപോയി. എന്തോ? ഇന്ദുവിൻ്റെ ചിണുങ്ങിയുള്ള ചിരിയിൽ നിറഞ്ഞു വന്നൊരു ചിരിയോടെ ദേവവളുടെ കാതിൽ ഒന്നുകൂടെ മുഖം ശക്തമായി അമർത്തിക്കൊണ്ട് വിളികേട്ടു. എനിക്ക് ഇക്കിളിയാവുന്നു ദേവേട്ടാ, ഇങ്ങനെ ചെയ്യല്ലേ. എന്തു ചിരിയോടെ കഴുത്തിൽ നിന്നും അവൻ്റെ മുഖം അടർത്തി മാറ്റാൻ ശ്രമിച്ചു. അത് വകവെക്കാതെ ദേവവളെ മൊത്തമായി നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി. അയ്യോ, ഞാൻ നല്ല വെയിറ്റുണ്ട്. അവൾ അവൻ്റെ ദേഹത്തു നിന്ന് ഇറങ്ങാൻ നോക്കി. അവിടെ അടങ്ങിക്കിടക്കേണ്ട ഇന്ദു, ഇപ്പോൾ നിന്നെ താങ്ങാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. അവളെ മാറിക്കിടക്കാൻ അനുവദിക്കാതെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഇന്ദുവിൻ്റെ ചുണ്ടിൽ ചേലുള്ളൊരു ചിരി വിരിഞ്ഞു. അവൻ്റെ കണ്ണിലാളുന്ന തന്നോടുള്ള പ്രണയം ഇന്ദുവിൻ്റെ ഹൃദയം തുടിക്കുന്നത് അത്രയും അവന് വേണ്ടിയാണ്. തൻ്റെ ജീവനും ശ്വാസവും വരെ അവനാണെന്ന് ഹൃദയം മൗനമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കണ്ണിലാഴുന്ന പ്രണയത്തിൽ തൻ്റെ പ്രണയമായവനിൽ അലിഞ്ഞു ചേരാൻ അവളും വല്ലാതെ കൊതിച്ചു തുടങ്ങിയിരുന്നു. മറ്റെല്ലാം മറന്ന് തൻ്റെ കണ്ണിൽ മിഴിയുറപ്പിച്ചവളെ കാണെ ചെറു പുഞ്ചിരിയോടെ നിന്ന് ദേവിൻ്റെ പുഞ്ചിരി പാടെ മാഞ്ഞുപോയി. ശരീരത്തിലെ ഓരോ നാഡീഞരമ്പുകളും അവനിൽ അവളോടുള്ള പ്രണയമെന്ന തീ ആളിപ്പടർത്തുകയായിരുന്നു. അവൻ്റെ മുഖം പതിയെ അവളുടെ അതരങ്ങൾ ലക്ഷ്യമിട്ട് അവളിലേക്കടുത്തു. കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി അത്രമേൽ പ്രണയത്തോടെ കൊരുത്തു നിന്നു.
തന്നിലേക്ക് ചേർന്നു വന്നവന്റെ മുഖം ഇന്ദുവിന്റെ കണ്ണുകൾ പാതി അടഞ്ഞു. ശ്വാസതാളം വല്ലാതെ ഉയർന്നു. മെല്ലെ ആ മുഖം തന്നിൽ അമരുന്നതും തൻ്റെ അധരങ്ങൾ കവർന്നെടുത്തതും ഇന്ദു അറിഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചുപോയി. ഉമിനീരിൻ്റെ നനവോടെ അവൻ ആ അധരങ്ങളെ വളരെ പതുക്കെ നുണഞ്ഞു തുടങ്ങി. ഒരു താളത്തിൽ ഇന്ദുവിൻ്റെ ദേഹം വിറച്ചു. ശരീരമാകെ തണുത്തുറഞ്ഞു പോകുന്ന പോലെ വളരെ പതുക്കെയുള്ള അവൻ്റെ ചുംബനം സമയം മുന്നോട്ട് നീങ്ങിത്തുടങ്ങിയതും പതിയെ പതിയെ വേഗതയാർജിച്ചു. ഇരു കൈകളാലും അവളുടെ കവിളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഇരു അധരങ്ങളെയും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു അവൻ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ അനുഭൂതികൾ അവരിരുവരെയും തൊട്ടുണർത്തി തുടങ്ങി. അവളിൽ പടരാനുള്ള അവൻ്റെ ആവേശം കൂടുകയാണ്. ഇനിയും വേർപെടാതെ തന്നെ നുകരുന്ന അവൻ്റെ ആവേശം. ഇന്ദുവിന് ശ്വാസം കിട്ടാത്ത പോലെ തോന്നി. അവളുടെ കൈകൾ തോളിലിൽ നിന്നും പുറമേനിയിൽ പരതി. ഇന്ദു ശ്വാസമെടുക്കാനാവാതെ തളർന്നു പോകുന്നു എന്ന് തോന്നിയതും ദേവിൻ്റെ മുഖം അവളുടെ അളവത്ത മാറിടുക്കിലേക്ക് പൂഴ്ത്തിവെച്ചതും ഇറുക്കെയടച്ച കണ്ണുകൾ ഇന്ദു വലിച്ചു തുറന്നു. കൈനഖങ്ങൾ അവൻ്റെ പുറമേനിയിൽ നോവോടെ അമർന്നു. ഇന്ദുവിൻ്റെ പരിഭ്രമം കൂടി. മാറിൽ മുഖമമർത്തിയവൻ അത്രമേൽ ശക്തമായി അവളുടെ ഗന്ധം ആഞ്ഞുശ്വസിച്ചു. ദേവേട്ടാ! ഇന്ദുവിൻ്റെ ശ്വാസവും അവൻ്റെ ശ്വാസത്തിനൊപ്പം ഉയർന്നുപോയി. അവൻ അവളെ ഇറുക്കെ പുണർന്നു. ശ്വാസമെടുക്കാനാവാത്ത വിധമൊരു പുണരൽ. ഇന്ദുവിൻ്റെ മാറും ദേഹവും അവനിൽ ഞെരിഞ്ഞമർന്നു. നിന്നെ മുഴുവനായും ഞാൻ എടുത്തോട്ടെ കൊച്ചേ, എൻ്റേതല്ലേ? കനത്തൊരു ശ്വാസത്തോടെ അടക്കിപ്പിടിച്ച സ്വരത്തോടെയുള്ള അവൻ്റെ ചോദ്യം. ഇന്ദുവിൻ്റെ ദേഹം തളർന്നുപോയി. അത്രമേൽ തന്നെ സ്നേഹിക്കുന്നവൻ, മോഹിക്കുന്നവൻ. അവനിൽ അലിയാൻ അവൾക്കും മോഹം തോന്നി. പതിയെ, വളരെ പതിയെ സമ്മതമെന്ന പോൽ അവൾ മൂളി. അവളുടെ സമ്മതം കിട്ടിയതും അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചുകൊണ്ടവൻ്റെ മുഖം മെല്ലെ കഴുത്തിലേക്കും അവിടുന്ന് അവളുടെ അഴകൊത്ത മാറിലേക്കും നീങ്ങി. കുതിച്ചുയരുന്ന നെഞ്ചിടിപ്പോടെ ഇന്ദു കണ്ണുകൾ മുറുക്കെ അടച്ചു. അവന് വിധേയമായി കിടന്നുകൊടുത്തു. അവൻ്റെ കണ്ണുകൾ അവളിലാകെ അലയുകയാണ്. ഉയർന്നു കുതിക്കുന്ന നെഞ്ചിടിപ്പോടെ അവൻ തൻ്റെ ടീഷർട്ട് അഴിച്ച് ദൂരേക്കെറിഞ്ഞു. ഇടനെഞ്ചിലെ നേർത്ത രോമങ്ങൾക്കിടയിലൂടെ കാണുന്ന കഴുത്തിലും നെഞ്ചിലുമായി ചേർന്ന് കിടക്കുന്ന പൊന്നിൻ്റെ മാല അവൻ്റെ പൗരുഷം കൂട്ടി. തന്നെയൊന്ന് നോക്കാതെ കണ്ണുകളടച്ചത്രമേൽ വശ്യതയാർന്ന ചെറു കിതപ്പോടെ കിടക്കുന്ന ഇന്ദുവിലേക്കവൻ അവളുടെ ഇരു കൈകളും മേലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ദേഹം ചായ്ച്ചു. സാരി സേഫ് ചെയ്ത് തോളിൽ കുത്തിയിരുന്ന പിന്ന് തൻ്റെ പല്ലുകളാൽ അവൻ അഴിച്ചു മാറ്റി. ഇന്ദുവിൻ്റെ കിതപ്പ് കൂടി എന്ന് വേണം പറയാൻ. ദേവിൻ്റെ മുഖം വീണ്ടും അവളുടെ കവിളിൽ ചുംബിച്ചു തുടങ്ങി. കൈകൾ അവളുടെ അരയിലിഴിഞ്ഞു. അവൻ അവിടമെല്ലാം ചെറു നോവോടെ ഞെരിച്ചു. ഇന്ദുവിൻ്റെ കൈകൾ അവനെ കൂടുതൽ ശക്തമായി അവളിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരുന്നു. ഇരുദേഹവും ഒരേ മോഹത്തോടെ ഇഴകിച്ചേർന്ന നിമിഷങ്ങൾ. അരയിൽ നിന്നും കരുത്താർന്ന അവൻ്റെ കൈകൾ അവളുടെ വാരിയെല്ലും കടന്ന് ഏറെ മോഹിച്ച ഒന്നിലേക്ക് നീങ്ങി. ഇന്ദുവിൻ്റെ കൈകൾ അവനിൽ ശക്തമായി പിടിമുറുക്കി. അവൻ്റെ കൈകൾ അവളുടെ മാറിലമർന്നു. ആ കൈകൾ അവളെ തഴുകി താലോലിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്ക് നോവോടെ അവയെ ഞെരിച്ചുടച്ചു. ഇന്ദുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു പോയൊരു നിമിഷം. ദേവേട്ടാ! ഇന്ദു അറിയാതെ വിളിച്ചുപോയി. ദേവൻ അവളെ 1000 ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇന്ദുവിനവൻ്റെ സ്നേഹം താങ്ങാനുള്ള കരുത്തില്ലാത്ത പോൽ അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവനെ ശക്തമായി കെട്ടിപ്പിണർന്നു. ഓരോന്നായി അവൻ അഴിച്ചു മാറ്റുന്നതും തലോടലുകളോടെ ആ കൈകൾ അവളെ വല്ലാതെ പുളകം കൊള്ളിക്കുന്നതും പിന്നെ അവൻ്റെ മുഖം തൻ്റെ നഗ്നമായ മാറിലൊളിക്കുന്നതും അവിടമെല്ലാം രുചിച്ചറിയുന്നതും ഇന്ദു അറിഞ്ഞു. ഏറ്റവും ഒടുവിൽ തൻ്റെ പ്രണയമായവൻ തന്നിലേക്ക് ആഴ്ന്നിറങ്ങിയ നിമിഷം പുളഞ്ഞുപോയ അവൾ അവൻ്റെ തോളിലിൽ നഖങ്ങളാഴ്ത്തി. ആദ്യമാദ്യം വളരെ പതുക്കെയുള്ള അവൻ്റെ ചലനം പിന്നെ പിന്നെ അവൻ്റെ നെഞ്ചിടിപ്പ് പോലെ ഉയർന്നു. ഇന്ദുവിൻ്റെ കണ്ണുകൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരനുഭൂതിയിൽ കൂമ്പിയടഞ്ഞു. നെഞ്ചിടിപ്പും ശ്വാസതാളവും അവൻ്റെ ചലനവേഗത കൂട്ടി. ഒടുവിൽ തികഞ്ഞ സംതൃപ്തിയോടെ അവൻ തൻ്റെ പെണ്ണിൻ്റെ നെറുകയിൽ ഗാഢമായി ചുംബിച്ചുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് എടുത്തു കിടത്തി. രണ്ടുപേരും ഒരുപോലെ കിതക്കുന്നുണ്ടായിരുന്നു. വിയർപ്പിൽ കുതിർന്നു പോയ 2 ദേഹങ്ങൾ, പ്രണയത്തിൻ്റെ 1000 വർണ്ണങ്ങളാൽ വസന്തമായി തീർന്ന ഇരുഹൃദയങ്ങൾ. നിറഞ്ഞ മൗനത്തിൽ, നേരിയ കിതപ്പിൻ്റെ താളത്തിൽ നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങി. ദേവൻ അവളെ ഒത്തിരി സ്നേഹത്തോടെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചപ്പോൾ ഇന്ദുവിന് തൻ്റെ ജന്മം സമ്പൂർണമായ മനസ്സംതൃപ്തിയായിരുന്നു.
നെറുകയിൽ ചുംബിച്ചുകൊണ്ടേയിരിക്കുന്നവൻ വിയർപ്പിൽ ദേഹത്തൊട്ടിയ മുടിയിഴകളെ കരുതലോടെ വകഞ്ഞു മാറ്റി തന്നെ തലോടുന്നവൻ, ഒത്തിരി സംസാരിക്കുന്നവൻ. ഈ നിമിഷം മൗനം കൊണ്ടവളെ സ്നേഹിച്ചു, കരങ്ങൾ കൊണ്ടവളെ താലോലിച്ചു. വാക്കുകളുടെ സഹായമില്ലാതെ ദേവ് ഇന്ദുവിന് പ്രിയപ്പെട്ടവനായി, ഏറെയേറെ പ്രിയപ്പെട്ടവൻ. ഇനിയുള്ള 7 ജന്മങ്ങളിലും ഇവർ ഇതുപോലെ പരസ്പരം മത്സരിച്ച് പ്രണയിച്ച് ജീവിക്കട്ടെ.